ഹായ് ഫ്രണ്ട്സ്, മാധുര്യം കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാലക്കാടൻ സ്പെഷ്യൽ അവിയലാണ്. ഇത് വളരെ ടേസ്റ്റിയും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വരും എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിനാവശ്യമുള്ള പച്ചക്കറികൾ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ആദ്യം തന്നെ ചേന ഇട്ട് കൊടുക്കാം. ഈ പച്ചക്കറികളുടെ അളവെല്ലാം ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്, നോക്കണേ. ഇതാ ചേന ഇട്ടു, അതിന് മേലെ കുമ്പളങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ വളരെ ചെറിയ പീസ് കയ്പ്പയ്ക്ക, ഈ കൊത്തവരയ്ക്ക കുറച്ച്, പയർ, ബീൻസ്, ക്യാരറ്റ്, മുരിങ്ങക്കായ, വാഴയ്ക്ക ഞാൻ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട് അത് നമുക്കിവിടെ ഇട്ട് കൊടുക്കാം. നേന്ത്ര വാഴയ്ക്കയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ നോർമൽ വാഴയ്ക്കയായാലും ഓക്കെയാണ്. ഇപ്പോൾ പച്ചക്കറികൾ ആഡ് ചെയ്ത് അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം. നമ്മളിത് കട്ടിക്കുള്ള റെസിപ്പി ആയതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പച്ചക്കറിയിൽ നിന്ന് വെള്ളം വരും. ഇത് എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഇത് ആവിയിലാണ് ഞാൻ വേവിക്കുന്നത്, വിസിലിടുന്നില്ലേ. ഇതൊരു 3/4 വേവ് ആയാൽ നമുക്ക് മതിയാവും. ഫുള്ള് നല്ലോണം വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിനായി അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നല്ല പുളിച്ച തൈരാണേ. പുളിച്ച തൈര് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവിയൽ നല്ല ഒരു ടേസ്റ്റ് കിട്ടും. വെള്ളം ഒന്നും തന്നെ ഞാൻ ചേർത്തുന്നില്ല. ഈ തൈര് ഉപയോഗിച്ച് തന്നെയാണ് അരച്ചെടുക്കാൻ പോകുന്നത്. അത് തൈര് ഉപയോഗിച്ച് തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിന് ശേഷം പച്ചമുളക് എരിവിനനുസരിച്ച് ഇട്ടുള്ളൂ. ഞാനൊരു 10 പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. വളരെ ചെറിയത് ജീരകം, ഒരു 1/4 ടീസ്പൂൺ മാത്രം. ഇനി നമുക്ക് ബാക്കിയുള്ള തൈര് കൂടി ഉപയോഗിച്ച് അരച്ചെടുക്കാം. വളരെ നൈസായിട്ട് അരയ്ക്കേണ്ട, കുറച്ച് തരിതരിപ്പോട് കൂടി അരച്ചെടുക്കണേ. നമ്മുടെ പച്ചക്കറിയെല്ലാം വെന്തുണ്ടോ എന്ന് നോക്കാം. ഇതാ നോക്കൂ, കറക്റ്റ് വേവാണ്. ഇതിപ്പോൾ ഉപ്പിൻ്റെ ചെറിയ കുറവുണ്ട്. അത് വന്നിട്ട് ഈ സമയത്ത് നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കാം. അരപ്പൊഴിക്കുന്നതിന് മുന്നേ തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇപ്പം നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്താം. അരപ്പ് ചേർത്ത് ഒത്തിരി ഒന്നും നമ്മൾ വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമില്ല. എല്ലാം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടി ഒരു ചെറിയ തിള വന്നാൽ അപ്പം തന്നെ നമ്മൾക്കത് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതാ ഇപ്പം നമ്മളെല്ലാം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ നോക്കൂ, തിള വന്ന് അരപ്പെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പച്ചക്കറിവേപ്പില ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അടച്ച് വെച്ചാൽ നല്ല മണം, നല്ല ടേസ്റ്റ്, അടിപൊളിയായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പാലക്കാടൻ സ്പെഷ്യൽ അവിയൽ. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.